ഇന്ന് നാം സംസാരിക്കാൻ പോകുന്ന വിഷയം വാഷിംഗ് മെഷീനിൽ വസ്ത്രം കഴുകുമ്പോൾ ഉണ്ടാകുന്ന രോഗാവസ്ഥയെക്കുറിച്ചാണ്. ഡോക്ടറോട് ചോദിക്കാം. വാഷിംഗ് മെഷീനിൽ വസ്ത്രം കഴുകുമ്പോൾ രോഗസാധ്യത. ഇന്നത്തെ കാലത്ത് യന്ത്രസഹായമാണ് എല്ലാ കാര്യങ്ങൾക്കും. സമയക്കുറവും മടിയുമെല്ലാം എല്ലാ കാര്യങ്ങൾക്കും യന്ത്രസഹായം എന്നതിലേക്ക് നമ്മെ എത്തിച്ചത്. ഇത്തരത്തിൽ തുണി അലക്കാൻ നാം ഉപയോഗിക്കുന്ന ഒരു യന്ത്രമാണ് വാഷിംഗ് മെഷീൻ. ഈ മെഷീനിൽ നാം മിക്കവാറും വസ്ത്രങ്ങൾ ഒരുമിച്ച് ഇടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇങ്ങനെ ഒരുമിച്ച് വസ്ത്രങ്ങൾ ഇടുമ്പോൾ ശരീരത്തിലെ കോശങ്ങൾ, ഫംഗസ്, ബാക്ടീരിയ, വിയർപ്പ്, പൊടി എന്നിവയെല്ലാം ഈ തുണികളിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ടായിരിക്കും. ഇതിലെ ഇത്തരം രോഗാണുക്കൾ പ്രതിരോധശേഷി കുറവുള്ളവരെ ഏറെ ബാധിക്കുന്നു. ഉദരരോഗങ്ങൾ, ദഹനക്കേട്, ചർമ്മത്തിൽ അലർജിയും തടിപ്പും, ചൊറിച്ചിൽ തുടങ്ങിയ പല പ്രശ്നങ്ങൾക്കും ഇത് വഴിയൊരുക്കുന്നു. കുട്ടികൾ, പ്രായമായവർ, രോഗങ്ങൾക്കായി മരുന്ന് കഴിക്കുമ്പോൾ രോഗപ്രതിരോധ ശേഷി കുറയുന്നവർ എന്നിവരെ ഇത്തരം രോഗങ്ങൾ ബാധിക്കാൻ വഴിയൊരുക്കുന്നു. എന്നാൽ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കേണ്ട എന്നല്ല, മറിച്ച് വാഷിംഗ് മെഷീൻ കൃത്യമായി അണുവിമുക്തമാക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ബേക്കിംഗ് സോഡ 1/3 ടീസ്പൂൺ 1 കപ്പ് വെള്ളത്തിൽ എടുക്കുക. ഇതിൽ 2 അടപ്പ് വിനാഗിർ ചേർത്ത് 60 ഡിഗ്രി ചൂടാക്കുക. ഇത് വാഷിംഗ് മെഷീനിൽ ഒഴിച്ച് തുണിയില്ലാതെ വാഷിംഗ് മെഷീൻ ഓണാക്കി കഴുകുക. ഇതിലൂടെ അണുക്കളെ നശിപ്പിക്കാൻ സാധിക്കുന്നതാണ്. മാസത്തിൽ ഒരിക്കലെങ്കിലും ഇത് ചെയ്യുക. ഇതിലൂടെ വാഷിംഗ് മെഷീനുകളിലൂടെയുള്ള രോഗം തടയാൻ സാധിക്കും. ഇതുപോലെ വിലക്കുറവ് കണക്കാക്കി ഗുണം കുറഞ്ഞ സോപ്പ് പൊടി മെഷീനിൽ ഇടരുത്. അടിവസ്ത്രങ്ങൾ കഴിവതും ഇതിൽ ഇടാതിരിക്കുക. ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് നൽകുക. നിങ്ങളുടെ ആരോഗ്യപരമായ സംശയങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ. ഈ വീഡിയോ ഷെയർ ചെയ്യൂ. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ. ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലായ്പ്പോഴും യൂട്യൂബ് ചാനലിൽ. എത്നിക് ഹെൽത്ത് കോട്ട്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്.